നാം ഒരു പുതിയ പോർഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ന്യൂട്രീഷൻ ഫോർ ഹെൽത്തി ബോഡി. ആരോഗ്യകരമായ ഒരു ശാരീരിക അവസ്ഥ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം പോഷകങ്ങളാണ് നമുക്ക് വേണ്ടത്? ഈ പോഷകങ്ങളുടെ അളവിലും വ്യാപ്തിയിലും നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. ചെറിയ കുട്ടികൾക്ക്, ഇൻഫന്റിന് ആവശ്യമുള്ള പോഷകവസ്തുക്കളല്ല ചൈൽഡ്ഹുഡിന് വേണ്ടി വരിക. അതായിരിക്കില്ല ഗ്രോയിങ് ഏജിൽ, അഡോളസെന്റ് ഏജിലും അതുപോലെ തന്നെ യൂത്ത്ഹുഡിലും വ്യത്യസ്തമായ അളവിലും വ്യത്യസ്തമായ രീതിയിലുമുള്ള പോഷക വസ്തുക്കളാണ് വേണ്ടി വരിക. ഇപ്പോൾ ഈ പാഠഭാഗത്ത് നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്. ആ ന്യൂട്രിയൻസ് നമ്മളുടെ ലൈഫ് സൈക്കിളിലെ ഓരോ ഘട്ടത്തിലും ഏതെല്ലാം രീതിയിലാണ് വേണ്ടി വരിക, അതിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏവ, അവ പരിഹരിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ തുടങ്ങിയ വളരെ വലിയ ഒരു ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്ന് നാം പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ്, വ്യത്യസ്ത തരത്തിലുള്ള പോഷക വസ്തുക്കളെ എങ്ങനെ നമുക്ക് വർഗീകരിക്കാം അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. വാട്ട് ഈസ് ന്യൂട്രീഷൻ? എന്താണ് പോഷകം എന്നാൽ എന്ത്? ന്യൂട്രീഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. ഇപ്പൊ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻസ്. എന്തിന്റെ സയൻസ് ആണ്? ദ സയൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. ഭക്ഷണത്തെക്കുറിച്ചുള്ള, ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചുള്ള പഠനം. ആ പഠനം എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്? റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചുള്ള പഠനം. അതിനാണ് നാം ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഗുഡ് ന്യൂട്രീഷൻ മീൻസ് maintaining a nutritional status that enable us to grow well and enjoy good health. അപ്പൊ നല്ല പോഷകം, നല്ല എന്ന് പറഞ്ഞാൽ, ഗുഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആരോഗ്യം, ഗുഡ് ഹെൽത്ത്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അതായത് നമ്മുടെ വളർച്ച വേണം, ആ വളർച്ച നല്ല ആരോഗ്യ അവസ്ഥയിൽ നിലനിർത്തുകയും വേണം. അതിന് ആവശ്യമായിട്ടുള്ള ആ പോഷകത്തെയാണ് നാം ഗുഡ് ന്യൂട്രീഷൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുക. ഫങ്ഷൻസ് ഓഫ് ഫുഡ്. ഫുഡ് നാം കഴിക്കുമ്പോൾ അതുകൊണ്ട് എന്തെല്ലാം ഫങ്ഷൻസ് ആണ് നിറവേറ്റപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പ്രൊവിഷൻ ഓഫ് എനർജി. നമ്മളുടെ ശരീരത്തിന് നിലനിൽപ്പിനും അതിന്റെ വളർച്ചയ്ക്കും എനർജി വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും എനർജി ഉപയോഗിച്ചാണ് നടത്തപ്പെടുക. നാം സംസാരിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ, ചലിക്കണമെങ്കിൽ എല്ലാത്തിനും എനർജി ആവശ്യമാണ്. ഈ എനർജി നമുക്ക് ലഭിക്കുന്നത് ഫുഡിൽ കൂടിയാണ് ലഭിക്കുക. രണ്ടാമത്തത് ബോഡി ബിൽഡിംഗ്. നമ്മുടെ ഗ്രോത്ത്, വളരുക എന്ന് നമ്മൾ പറയും. ഒരു അണ്ഡവും ബീജവും ചേർന്ന് ഉണ്ടായ ഒരു സൈഗോട്ട്, ആ സൈഗോട്ട് വളർന്ന് ഒരു വലിയ മനുഷ്യനായിട്ട് മാറുന്നു, അഡൽട്ട് മാനായിട്ട് മാറുന്നു. വളർച്ചയാണ്. ആ വളർച്ചയിൽ ആ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായിട്ട് കിട്ടുന്നത് ഫുഡിൽ കൂടിയാണ് കിട്ടുക. അപ്പൊ ബോഡി ബിൽഡിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തായിട്ട് മെയിൻ്റനൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ടിഷ്യൂ ഫങ്ഷൻസ്. ഈ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രോത്തിന് മെയിൻ്റനൻസ് ആവശ്യമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന കോശങ്ങൾ നമുക്ക് തിരിച്ച് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ മെയിൻ്റനൻസ് വേണം. റെഗുലേഷൻ ഓഫ് ടിഷ്യൂ ഫങ്ഷൻസ്. ടിഷ്യൂ ഫങ്ഷൻസ് നമ്മളുടെ ശരീരത്തിന്റെ ഒരുപാട് ചുമതലകൾ നമ്മളുടെ ശരീരം നിർവഹിക്കുന്നു, നമ്മുടെ ടിഷ്യൂസ് നിർവഹിക്കുന്നുണ്ട്. ആ ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് നിറവേറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിന് വേണ്ടിയിട്ടും ഫുഡ് നമ്മെ സഹായിക്കുന്നു. ഫുഡിന്റെ ഫങ്ഷൻ ആണ്. അപ്പൊ പ്രധാനമായിട്ട് 3 ഫങ്ഷൻസ് ആണ്: പ്രൊവിഷൻ ഓഫ് എനർജി, ബോഡി ബിൽഡിംഗ്, മെയിൻ്റനൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ടിഷ്യൂ ഫങ്ഷൻസ്.
ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എങ്കിലും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ടത് മാത്രമാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ, എവിടെ നിന്ന് ലഭിച്ചു, അതിന്റെ സോഴ്സ് എന്ത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഒന്നാമത്തത് ഫുഡ് ഓഫ് ആനിമൽ ഒറിജിൻ, മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. നമുക്കറിയാം മാംസം, പാല്, മുട്ട, അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കള്. രണ്ടാമത്തത് ഫുഡ് ഓഫ് വെജിറ്റബിൾ ഒറിജിൻ, പ്ലാന്റുകളിൽ നിന്ന്, സസ്യങ്ങളിൽ ലഭിക്കുന്ന ഫുഡ്, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം എല്ലാം നമുക്ക് ലഭിക്കുന്നത് പ്ലാന്റുകളിൽ നിന്നാണ്. അപ്പൊ അവയെ നാം ഫുഡ് ഓഫ് വെജിറ്റബിൾ ഒറിജിൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോമ്പോസിഷൻ, അതിന്റെ രാസഘടന അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ രാസഘടന അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് പ്രോട്ടീൻസ്, ഫാറ്റ് അഥവാ ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഈ രീതിയിലാണ് നാം ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നാം ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അതിന്റെ സോഴ്സ് അനുസരിച്ച്, അനിമൽ സോഴ്സ്, പ്ലാന്റ് സോഴ്സ്, അങ്ങനെ രണ്ട് സോഴ്സ് ആണ് ആ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അതിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച്, രാസഘടന അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അത് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയാണ്. എന്താണ് ന്യൂട്രിയൻസ് എന്ന് നമുക്ക് നോക്കാം. ന്യൂട്രിയൻസ് ആർ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോംപ്ലക്സസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫുഡ്. ഫുഡിൽ കാണപ്പെടുന്ന ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള ഘടകങ്ങളെയാണ് നാം ന്യൂട്രിയൻസ് എന്ന് പറയുക. ഇപ്പൊ ഒരു ഫുഡില്, ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന നാച്ചുറൽ ഫുഡില് പല രീതിയിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവും. ഞാൻ തൊട്ടു മുമ്പ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് എന്നൊക്കെ പറഞ്ഞു. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ചിലപ്പോൾ നാം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രിയൻസ് കാണാൻ സാധ്യതയുണ്ട്. ഈ ന്യൂട്രിയൻസിനെ നാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്. ആ പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്ക് ലാർജ് സ്കെയിലിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയാണ് നാം മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുക. അതിന്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ള ആ ന്യൂട്രിയൻസിനെയാണ് നാം മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പോഷക വസ്തുക്കൾ, അതാണ് ന്യൂട്രിയൻസ്. അപ്പൊ ന്യൂട്രിയൻസ് തന്നെ പല രീതിയിൽ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കി. ഒരു ഭക്ഷ്യവസ്തുവിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രിയൻസ് കാണാം. ആ ന്യൂട്രിയൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബൾക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള മാക്രോ ന്യൂട്രിയൻസും കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസും. Macronutrients. These are proteins, fats and carbohydrates which are often called proximate principles because they form the main bulk of food. നാം പറഞ്ഞു, നമ്മുടെ ഭക്ഷണത്തിന്റെ, നാം കഴിക്കുന്ന ഫുഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്ന ആ ഭക്ഷ്യവസ്തുക്കളെയാണ് നാം മാക്രോ ന്യൂട്രിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസ് പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് അഥവാ ഫാറ്റ്, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്സ്. പ്രോട്ടീൻസിന് മാംസ്യം എന്നാണ് നാം പറയുന്നത്, ലിപ്പിഡ്സിന് കൊഴുപ്പ് എന്ന് പറയുന്നു, കാർബോഹൈഡ്രേറ്റ്സിന് അന്നജം എന്നാണ് പറയുക. നാം കഴിക്കുന്ന ഫുഡിന്റെ ഏകദേശം 10 മുതൽ 15 വരെ ശതമാനം പ്രോട്ടീൻ ആയിരിക്കും, 15 മുതൽ 30 വരെ ശതമാനം ലിപ്പിഡ്സ് ആയിരിക്കും, 50 മുതൽ 80 ശതമാനം വരെ കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും. നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫുഡില്, നാം കഴിക്കുന്ന ബൾക്കായിട്ടുള്ള ഫുഡില് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജമായിരിക്കും, പിന്നീട് ലിപ്പിഡ്സ് അഥവാ കൊഴുപ്പും, പിന്നീട് പ്രോട്ടീൻസ് 10 മുതൽ 15 ശതമാനം വരെ പ്രോട്ടീൻ അഥവാ മാംസ്യമായിരിക്കും, 10 മുതൽ 15 ശതമാനം വരെ. നമുക്ക് ഓരോ ഘടകങ്ങളെ കുറിച്ച് നോക്കാം. പ്രോട്ടീൻസ് എന്താണ്? പ്രോട്ടീൻ, മാംസ്യം അഥവാ പ്രോട്ടീൻ എന്താണെന്ന് നോക്കാം. These are complex organic nitrogenous compounds. ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ് നമുക്കറിയാം. കാർബൺ ഉള്ള സംയുക്തങ്ങളെയാണ് നാം ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുക. ഓർഗാനിക് കോമ്പൗണ്ട്, ഈ പ്രോട്ടീന്റെ പ്രത്യേകത കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. മൈക്രോ മോളിക്യൂൾസ് ആണ്, വളരെ വലിയ മോളിക്യൂൾ ആണ്. ഇപ്പൊ നമുക്ക്
കാർബണിന്റെയോ ഹൈഡ്രജന്റെയോ ഓക്സിജന്റെയോ ഒക്കെ നമുക്ക് ആ ആറ്റത്തെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ആയിരക്കണക്കിന് ഇതുപോലുള്ള ആറ്റങ്ങൾ ചേർത്ത് വെച്ചുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളുകളാണ് പ്രോട്ടീനുകൾ. ഈ പ്രോട്ടീനുകൾ നൈട്രോജീനസ് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കും. കാരണം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ടുകൾ പ്രോട്ടീനുകളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവയെ നൈട്രോജീനസ് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നു. They are composed of carbon, hydrogen, oxygen, nitrogen and sulfur in varying amounts. അതിന്റെ പ്രധാനപ്പെട്ട ഈ പ്രോട്ടീനുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആറ്റങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അതുകൂടാണ്ട് സൾഫർ. ഇറ്റ് ഈസ് ഇൻ വേരിയിങ് എമൗണ്ട്. പ്രോട്ടീനിൽ ഈ കാണുന്ന കോമ്പൗണ്ടുകൾ, ഈ കാണുന്ന ആറ്റം പ്രോട്ടീനിൽ കാണപ്പെടുന്നു. അതിന്റെ അളവ് ഏറിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രോട്ടീനുകൾ ആയിട്ട് മാറുന്നത്. പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് സ്മോളർ യൂണിറ്റ്സ് കോൾഡ് അമിനോ ആസിഡ്സ്. പ്രോട്ടീനുകൾ ഞാൻ പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഈ മോളിക്യൂളുകളെ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറയുന്ന തന്മാത്രകൾ കൊണ്ടാണ്. 20 തരം അമിനോ ആസിഡുകളാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുക. ഈ 20 തരം അമിനോ ആസിഡുകൾ പല എണ്ണത്തിൽ ചേർന്ന്, 2 അമിനോ ആസിഡുകൾ തമ്മിൽ ചേർന്ന് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറഞ്ഞ ലിങ്കേജ് വഴി 2 അമിനോ ആസിഡുകൾ ചേരുന്നു. അങ്ങനെ അമിനോ ആസിഡുകളുടെ വലിയ നീണ്ട നിര, അതിന് നമ്മൾ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ എന്നാണ് പറയുക. 2 അമിനോ ആസിഡ് ചേരുമ്പോൾ നമ്മൾ അതിനെ ഡൈപെപ്റ്റൈഡ് എന്ന് പറയുന്നു. അങ്ങനെ കുറെ അധികം അമിനോ ആസിഡുകൾ ചേർന്ന് കഴിയുമ്പോൾ അതിനെ പോളിപെപ്റ്റൈഡുകൾ എന്നാണ് പറയുക. അങ്ങനെയുള്ള പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ചേർന്നാണ് പ്രോട്ടീൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ 20 അമിനോ ആസിഡുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക. ഈ 20 അമിനോ ആസിഡുകൾ വ്യത്യസ്ത എണ്ണത്തിൽ വ്യത്യസ്തമായ കോമ്പിനേഷൻസിൽ 100 കണക്കിന് എണ്ണം ചേർന്ന് കഴിയുമ്പോഴാണ് ഈ കോംപ്ലക്സ് മോളിക്യൂളായ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. 9 amino acids are called essential amino acids because they cannot be synthesized by the body for the needs. നമ്മുടെ ശരീരത്തിൽ 20 അമിനോ ആസിഡുകളിൽ 9 അമിനോ ആസിഡുകളെ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഘടകവുമാണ്. അവ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നിർമ്മിക്കാൻ പറ്റാത്ത ഘടകങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡിൽ കൂടി ലഭിക്കണം. അങ്ങനെ മസ്റ്റായിട്ട് ഫുഡിൽ കൂടി ലഭിച്ചിരിക്കേണ്ട ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള അമിനോ ആസിഡുകളെയാണ് നാം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള അമിനോ ആസിഡുകൾ നമ്മളുടെ ഫുഡിൽ കൂടി ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രോട്ടീനുകൾ പ്രധാനപ്പെട്ട ഘടകമാണ് ഫുഡിന്റെ എന്ന് പറഞ്ഞു. ഈ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഫങ്ഷൻസ് ആണ്, എന്തെല്ലാം ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ബോഡി ബിൽഡിംഗ് കമ്പോണന്റ്. മുമ്പ് സൂചിപ്പിച്ചതാണ്, ഫുഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ, ന്യൂട്രിയൻസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ആണ്. ആ ബോഡി ബിൽഡിംഗിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് പ്രോട്ടീൻ. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോഡി ടിഷ്യൂസ്. നമ്മുടെ ടിഷ്യൂവില് കോശങ്ങളുടെയും കലകളുടെയും എല്ലാം റിപ്പയറിങ്ങിനും അതിന്റെ മെയിൻ്റനൻസിനും വളരെ എസെൻഷ്യൽ ആണ് പ്രോട്ടീൻ. ദെൻ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മളുടെ ശരീരത്തിലെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് വളരെ സഹായിക്കുന്നു. ഈ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. അതിന് പ്രോട്ടീൻ വളരെയധികം സഹായിക്കുന്നു. Then synthesis of certain substances like antibodies, plasma proteins, hemoglobin, enzymes, hormones and coagulation factors. ഈ പറയുന്ന ഘടകങ്ങൾ, ആന്റിബോഡികളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാവാം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രോഗാണു എത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ ശരീരം പുറപ്പെടുവിക്കുന്ന പ്രതിരോധ മോളിക്യൂളുകളാണ് ആന്റിബോഡികൾ. അപ്പൊ നമുക്കുണ്ടാകുന്ന രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം നിർമ്മിക്കുന്ന ആ മോളിക്യൂളുകളാണ് ആന്റിബോഡികൾ. അതുപോലെ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീനുകൾ, പ്ലാസ്മ പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീനുകളുടെ പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകളുടെ പേര്. അതുപോലെ ഹീമോഗ്ലോബിൻ, ബ്ലഡില് നമുക്കറിയാം റെഡ് ബ്ലഡ് സെല്ലിനുള്ളിൽ കാണുന്ന ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഘടകമാണ് ഹീമോഗ്ലോബിൻ. അതുപോലെ എൻസൈമുകൾ, രാസാഗ്നികൾ, ശരീരത്തിൽ ഒരു ഒട്ടനവധി എൻസൈമുകൾ ഉണ്ട്.
അതുപോലെ ഹോർമോണുകളുണ്ട്, ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ എല്ലാം നിർമ്മാണം എന്നുള്ളത് പ്രോട്ടീന്റെ ഫംഗ്ഷൻ ആണ്. ബേസിക്കലി ഈ കോമ്പൗണ്ടുകൾ എല്ലാം പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീന്റെ സോഴ്സ് നമുക്ക് നോക്കാം. ശരീരത്തിൽ നമുക്ക് പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. മിൽക്ക്, പാല്, മീറ്റ്, ഇറച്ചി, മുട്ട, ചീസ്, പാൽക്കട്ടി, ഫിഷ്, ഫൗള് എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷികള്, ദെൻ പൾസസ്, പയർവർഗത്തിൽപ്പെട്ട പൾസസ്, പയർവർഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കള്, സിറിയൽസ്, ധാന്യങ്ങള്, ഗോതമ്പ്, റൈസ് എന്നൊക്കെ പറഞ്ഞ ധാന്യങ്ങള്, ബീൻസ്, പയറ്, നട്ട്സ്. അപ്പൊ പല രീതിയിലുള്ള നട്ട്സ് നമുക്കറിയാം, കാഷ്യൂനട്ട് പോലുള്ള നട്ട്സ്. ഇവയിൽ നിന്നെല്ലാം ശരീരത്തിന് പ്രോട്ടീൻ ലഭിക്കുന്നു. അപ്പൊ പ്രോട്ടീന്റെ പ്രധാനപ്പെട്ട സോഴ്സുകളാണ് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ലഭിക്കുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കൊഴുപ്പ്, ലിപ്പിഡ്സ്, ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ്. കൊഴുപ്പ് നമ്മൾ മലയാളത്തിൽ പറയും. ദീസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ഫാറ്റി ആസിഡ്സ് ഓർ ദെയർ ഡെറിവേറ്റീവ്സ്. ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ. ഓർഗാനിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. COOH ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പുള്ള ആസിഡുകളെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡുകൾ എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ. ഈ ഫാറ്റി ആസിഡുകളും ഈ ഫാറ്റി ആസിഡിൽ നിന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളും ചേർന്ന് ആണ് ലിപ്പിഡ്സ് അഥവാ കൊഴുപ്പുണ്ടാക്കുക. ഈ ലിപ്പിഡ്സിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. വെള്ളത്തിൽ ലയിക്കില്ല. കൊഴുപ്പ് നമുക്കറിയാം വെള്ളത്തിൽ ലയിക്കില്ല. പക്ഷെ ഓർഗാനിക് സോൾവെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെറസിൻ, മണ്ണെണ്ണ, ഈതർ, ബെൻസീൻ തുടങ്ങിയ വസ്തുക്കളൊക്കെ ഓർഗാനിക് സോൾവെന്റ്സ് ആണ്. ഇങ്ങനെ ഓർഗാനിക് സോൾവെന്റ്സിൽ ലയിക്കും, പക്ഷെ വെള്ളത്തിൽ ലയിക്കില്ലാത്ത ഇൻസോല്യൂബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് ലിപ്പിഡ്സ്. ആ ലിപ്പിഡ്സ് കെമിക്കലി എന്താണ്? അത് ഫാറ്റി ആസിഡും ആ ഫാറ്റി ആസിഡിൽ നിന്നും ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ്, അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓർഗാനിക് ആസിഡുകളാണ്. കാർബോക്സിൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് ആസിഡുകളെയാണ് ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഈ ലിപ്പിഡ്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ദേ ഇൻക്ലൂഡ് മെനി നാച്ചുറൽ ഓയിൽസ്, എണ്ണ, കോക്കനട്ട് ഓയിൽ പോലുള്ള എണ്ണകള്, വാക്സ്, ദെൻ സ്റ്റീറോയിഡുകളെ കുറിച്ചൊക്കെ നാം കേട്ടിട്ടുണ്ട്. കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റീറോയിഡ് ആണ്. ആ കൊളസ്ട്രോൾ ഒക്കെ ഈ ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റിൽ വരുന്നതാണ്. അതുപോലെ വാക്സ്, മെഴുക്, നാച്ചുറൽ ഓയിൽസ്, ഇതെല്ലാം ലിപ്പിഡിൽ ഉൾപ്പെടുന്നതാണ്. They are classified into lipids. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് സിമ്പിൾ ലിപ്പിഡ്സ്, ട്രൈഗ്ലിസറൈഡ് എന്നറിയപ്പെടുന്ന സിമ്പിൾ ലിപ്പിഡ്സ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു ആൽക്കഹോളും ഫാറ്റി ആസിഡ്, 3 ഫാറ്റി ആസിഡും കൂടെ ചേർന്നിട്ടാണ് ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്യുക. അതിനെ നാം സിമ്പിൾ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്, സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നു. രണ്ടാമത് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആൽക്കഹോൾ ഉണ്ടാകും, ഫാറ്റി ആസിഡ് ഉണ്ടാവും, അതുകൂടാതെ മറ്റു ചില എക്സ്ട്രാ കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ഇപ്പൊ ഫോസ്ഫോലിപ്പിഡ് ഒരു ഉദാഹരണമാണ്. ഫോസ്ഫോലിപ്പിഡിൽ ഫോസ്ഫോറിക് ആസിഡ് കൂടി ചേരുന്നുണ്ട്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലിപ്പിഡിലേക്ക് ഫോസ്ഫോറിക് ആസിഡും അതുപോലെ മറ്റു ചില ഗ്രൂപ്പുകളും ചേർന്ന് കഴിയുമ്പോഴാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഫോം ചെയ്യുക. അപ്പൊ കോമ്പൗണ്ട് ലിപ്പിഡിന് ഉദാഹരണം ഫോസ്ഫോലിപ്പിഡ്. ദെൻ ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഡിറൈവ്ഡ് ലിപ്പിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ ലിപ്പിഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലിപ്പിഡിൽ നിന്നും ഉണ്ടായി വരുന്ന കോമ്പൗണ്ടുകളെയാണ് നാം ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുക. ആ കോമ്പൗണ്ടിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യപ്പെടുന്ന വസ്തുക്കളാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഒരു ഉദാഹരണം കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ഇറ്റ്സ് എൻ ആൽക്കഹോൾ. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ആൽക്കഹോൾ ആണ്. ഈ കൊളസ്ട്രോൾ ഒരു ഡിറൈവ്ഡ് ലിപ്പിഡിന് ഉദാഹരണമാണ്. ഈ കൊളസ്ട്രോൾ നമുക്കറിയാം, ഇത് ആൽക്കഹോൾ ആയതുകൊണ്ട് ഈ കൊളസ്ട്രോളിന് ഫാറ്റി ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാറ്റി ആസിഡും കൊളസ്ട്രോളും തമ്മിൽ അങ്ങനെയുള്ള ആ ചേരുന്ന ആ ബോണ്ടിന് നാം എസ്റ്റർ ബോണ്ടുകൾ എന്നാണ് വിളിക്കുക. ഒരു ആൽക്കഹോളും ഒരു ആസിഡും തമ്മിലുള്ള ബോണ്ടുകളെ നാം എസ്റ്റർ ബോണ്ടുകൾ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ കൊളസ്ട്രോളിന് ഫാറ്റി ആസിഡുമായിട്ട് ചേർന്ന് എസ്റ്റേഴ്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോഴ്സസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ്. സോഴ്സ് നമുക്കറിയാം, അനിമൽ സോഴ്സ് നെയ്യ്, അതുപോലെ ബട്ടർ, പാല്, എഗ്, ഫിഷ്, മീറ്റ്, ഇതെല്ലാം സോഴ്സസ് ആണ്, ലിപ്പിഡിന്റെ സോഴ്സസ് ആണ്. അതുപോലെ ധാരാളം വെജിറ്റബിൾസിലും ലിപ്പിഡ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ ഫാറ്റ്സ്, അനിമൽ ഫാറ്റ്. ദെൻ ഫാറ്റിൽ നാം ഉദ്ദേശിക്കുന്നത് കോക്കനട്ട് ഓയില്, മസ്റ്റാർഡ് കടുകെണ്ണ, ഗ്രൗണ്ട് നട്ട് ഓയില്,
ഇതിലെല്ലാം ഫാറ്റ് കാണപ്പെടുന്നു. ഇത് വെജിറ്റബിൾ സോഴ്സസ് ആണ്. ദെൻ അതർ സോഴ്സസ് സീരിയൽസ്, പൾസസ്, നട്ട്സ്, വെജിറ്റബിൾസ്, ഇതിൽ എല്ലാം ധാരാളമായിട്ട് ലിപ്പിഡ്സ് കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് നാച്ചുറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ഏറിയും കുറഞ്ഞും അളവിൽ കൊഴുപ്പ് ലഭ്യമാണ്. കൊഴുപ്പ് കൂടുതലായിട്ട് കാണുന്നത് അനിമൽ സോഴ്സിലാണ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസിലുമാണ്. ഇപ്പൊ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്, ഫാറ്റ് ആണ്. വെളിച്ചെണ്ണ കൊഴുപ്പാണ്. അതുപോലെ കടുകെണ്ണ, ഗ്രൗണ്ട് നട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അതെല്ലാം കൊഴുപ്പാണ്, ഫാറ്റ് ആണ്. അതെല്ലാം അനിമൽ സോഴ്സിലുണ്ട്, അതുപോലെ വെജിറ്റബിൾ സോഴ്സിലും ഈ പറയുന്ന പോലെ സിറിയൽസ്, വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്ന സിറിയൽസിലും പൾസസിലും, സിറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളിലൊക്കെ എണ്ണയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. അരി, അത് ധാന്യമാണ്. ഈ അരിയുടെ തവിടിൽ നിന്നും തവിടെണ്ണ എടുക്കാറുണ്ട്, അത് കൊഴുപ്പാണ്. പലപ്പോഴും നാം വിചാരിക്കാറുണ്ട് അനിമൽസിൽ നിന്ന് മാത്രമേ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ, നമ്മുടെ ഫുഡിലേക്ക് എത്തുന്നുള്ളൂ എന്ന്. പക്ഷെ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അനിമൽസിലും അതുപോലെ തന്നെ പ്ലാന്റ്സിലും ധാരാളമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫങ്ഷൻസ് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, എക്സലന്റ് സോഴ്സ് ഓഫ് എനർജി. ശരീരത്തിൽ നമ്മുടെ എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ എനർജി ലഭിക്കുന്ന ഒരു ഭക്ഷ്യ വസ്തുവാണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ബൈ ഇൻസുലേറ്റിംഗ് അഗെയിൻസ്റ്റ് കോൾഡ്. നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ ശരീരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ ഇൻസുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ധാരാളമായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ ഫാറ്റ്, നമ്മുടെ സ്കിന്നിന്റെ ബിനീത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നും ടെമ്പറേച്ചർ നഷ്ടപ്പെടാതെ, ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. Then provides essential fatty acids. വളരെ നമ്മുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ മെയിൻ്റനൻസിനും റിപ്പയറിനും വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. മുമ്പ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡിനെ കുറിച്ച് പഠിച്ചിരുന്നു. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത്യാവശ്യമുള്ളതാണ്, പക്ഷെ ശരീരത്തിൽ നിർമ്മിക്കാൻ പറ്റുന്നില്ല. അതേപോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ്, പക്ഷെ ശരീരത്തിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് പുറമേ നിന്ന് ഫുഡിൽ നമുക്ക് ലഭിക്കണം. ഇത്തരത്തിലുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് വളരെ പ്രധാനപ്പെട്ട വൈറ്റൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ബോഡിയിൽ നിർവഹിക്കുന്നത്. നാലാമത്തായിട്ട് ഹെൽപ്സ് സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി ആൻഡ് ഫങ്ഷൻ. സെൽ മെംബ്രെയിനെ കുറിച്ച് നമുക്കറിയാം. ഓരോ സെല്ലിനും ഒരു ഔട്ടർ ലിമിറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. കോശങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ, ആ സെൽ മെംബ്രെയിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് ആണ്. ഇപ്പൊ ഒരു സെൽ മെംബ്രെയിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സെല്ലിന് ഷേപ്പ് കൊടുക്കുക, സെല്ലില് ഉള്ളിലുള്ള കമ്പോണന്റ് പുറത്തേക്ക് പോകാതെയും പുറത്തുനിന്നുള്ള വസ്തുക്കൾ ഉള്ളിലേക്ക് വരുന്നത് റെഗുലേറ്റ് ചെയ്തും ആ സെല്ലിന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യത്തെ കൺട്രോൾ ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ ആണ് ഒരു പരിധി വരെ. അപ്പൊ ആ സെൽ മെംബ്രെയിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് ആണ്. അപ്പൊ ഇത്രയുമാണ് ലിപ്പിഡ്സിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം. നമ്മുടെ ഫുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. നാം കഴിക്കുന്ന ഫുഡിന്റെ ഏകദേശം 50-60% കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. നാം ചോറ് കഴിക്കുമ്പോഴും ചോറ് കൊണ്ട് അല്ലെങ്കിൽ റൈസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏത് ഭക്ഷ്യവസ്തു കഴിക്കുമ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കറിംഗ് ഇൻ ഫുഡ്സ് ആൻഡ് ലിവിംഗ് ടിഷ്യൂ. നമ്മുടെ ഫുഡിലും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂവിലും ഒരുപാട് ലാർജ് നമ്പറിൽ കാണപ്പെടുന്ന, ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട് ആണ് കാർബോഹൈഡ്രേറ്റ്. ആ കാർബോഹൈഡ്രേറ്റ് പ്രധാനമായിട്ടും ഷുഗേഴ്സ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ആ കാർബോഹൈഡ്രേറ്റുകൾ, ഷുഗർ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഫുഡിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്ന ഷുഗർ, അത് ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ഫ്രക്ടോസ്, ലാക്ടോസ്, മാൾട്ടോസ്, അതെല്ലാം ഷുഗറുകളാണ്. അതുപോലെ സ്റ്റാർച്ച് നമ്മൾ കഴിക്കുന്ന പ്ലാന്റ് സോഴ്സ് ആയിട്ടുള്ള മിക്കവാറും ഫുഡിൽ കാണുന്നതാണ് സ്റ്റാർച്ച്. ദെൻ സെല്ലുലോസ്, പ്ലാന്റുകളുടെ അതായത് പ്ലാന്റ് സെല്ലിന്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ്. ഇപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് പ്രത്യേകത, ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് 3 ആറ്റങ്ങൾ കൊണ്ടാണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള അതേ റേഷ്യോ ആണ്. വെള്ളത്തിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ നമുക്കറിയാം 2:1 ആണ്. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ.
അതേപോലെ തന്നെയാണ് ഈ കാർബോഹൈഡ്രേറ്റ്സിനും ഹൈഡ്രജന്റെ ഓക്സിജൻ റേഷ്യോ 2:1 ആയിരിക്കും. അതുകൂടാണ്ട് കാർബൺ കൂടി ഈ കാർബോഹൈഡ്രേറ്റ്സിൽ കാണപ്പെടുന്നു കെമിക്കലി. There are three main sources of carbohydrates. They are കാർബോഹൈഡ്രേറ്റ് നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്നത് പ്രധാനമായിട്ടും 3 സോഴ്സിൽ നിന്നാണ്. ഒന്ന് സ്റ്റാർച്ച്. സ്റ്റാർച്ച് എവിടേക്കാണ് കാണുക? സീരിയൽസ്, റൂട്ട്സ്, ട്യൂബേഴ്സ്. സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, നമ്മളുടെ റൈസ്, നെല്ല്, അതുപോലെ ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ. റൂട്ട്സ് മിക്കവാറും ഉള്ള റൂട്ട്സ്, ഇപ്പൊ ടപ്പിയോക്ക എന്ന് പറയുന്ന റൂട്ടാണ്, കപ്പ എന്നൊക്കെ പറയുന്നത്, മരച്ചീനി റൂട്ടാണ്. ആ റൂട്ടിൽ സ്റ്റാർച്ച് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള അതിലെല്ലാം സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നു. ട്യൂബേഴ്സ്, ട്യൂബേഴ്സ് നമുക്കറിയാം മണ്ണിനടിയിലേക്ക് കിഴങ്ങ് ഫോം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ട്യൂബേഴ്സ്. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ടും സ്റ്റാർച്ച് ആണ്. ദെൻ ഷുഗേഴ്സ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് തുടങ്ങിയ ഷുഗർ, സൂക്രോസ്, അതെല്ലാം ഷുഗറുകളാണ്. അത് നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഷുഗറാണ് ഫ്രക്ടോസ്. അതുപോലെ നമ്മൾ പഞ്ചസാര എന്ന് പറയുന്ന സാധനമാണ് സൂക്രോസ്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സുകളാണ്. ദെൻ സെല്ലുലോസ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. സെല്ലുലോസ് എന്ന് പറഞ്ഞാല് പ്ലാന്റുകളുടെ സെൽ വോളിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് സെല്ലുലോസ്. ഈ സെല്ലുലോസ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റാർച്ചിനെ പോലെ തന്നെ സെല്ലുലോസ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ് കൊണ്ടാണ്. നമുക്കറിയാം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു വസ്തുവാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് സ്റ്റാർച്ചും സെല്ലുലോസും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് സ്റ്റാർച്ചിനെ ദഹിപ്പിച്ച് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും. പക്ഷേ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ശേഷി നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനില്ല, മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനില്ല. അപ്പൊ പുല്ലിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന സെല്ലുലോസ് ആണ്. നാം ഇപ്പൊ പുല്ല് തിന്നു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും ആവശ്യത്തിന് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. പക്ഷേ കന്നുകാലികളില്, അങ്ങനെയുള്ള മറ്റ് ജീവജാലങ്ങളില്, മനുഷ്യൻ അല്ലാത്ത മറ്റ് ജന്തുക്കളിലെല്ലാം ഈ സെല്ലോസിന്, പ്രത്യേകിച്ച് കാറ്റിൽസില്, കന്നുകാലികളിൽ, ആടിലൊക്കെ സെല്ലോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു. ആ സെല്ലോസ് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് അങ്ങനെ ജന്തുക്കളുടെ ശരീരത്തിലേക്ക് എത്തുന്നു. പക്ഷെ നാം സെല്ലുലോസ് കഴിച്ചു കഴിഞ്ഞാൽ, സെല്ലുലോസ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിലെല്ലാം ധാരാളം സെല്ലുലോസ് ഉണ്ട്. ഈ സെല്ലുലോസിനെ നമ്മുടെ ശരീരത്തില്, നമ്മുടെ ഇൻറ്റസ്റ്റൈനില്, നമ്മുടെ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യാതൊരുവിധ പോഷകവസ്തുക്കളും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ അതൊരു ഫൈബർ ആയിട്ട് എപ്പോഴും നാം പറയാറുണ്ട്, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഫൈബേഴ്സ്, നാരുകൾ ഉൾപ്പെടുത്തണം എന്ന് പറയാറുണ്ട്. ഈ നാരുകൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നില്ല. പക്ഷെ നമ്മളുടെ ഫുഡില് ഒരു ബൾക്കായിട്ട് ഫുഡിൽ കാണുന്ന ഒരു പ്രധാന ഘടകമായിട്ട് ഈ നാരുകൾ അത്യാവശ്യമാണ് നമുക്ക്. അപ്പോൾ ഈ സെല്ലുലോസ് ഒരിക്കലും ഹ്യൂമൻ ബീയിങ്ങിൽ, നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ എത്തി ഡൈജസ്റ്റ് ചെയ്യില്ല. പക്ഷെ അത് നമ്മളുടെ ഫുഡിൽ ധാരാളമായിട്ട് കാണും. കാരണം നാം ധാരാളമായിട്ട് വെജിറ്റബിൾസും അതുപോലെ പ്ലാന്റ് സോഴ്സിലുള്ള ഫുഡും കഴിക്കുന്നത് കൊണ്ട്. ഇത് മൃഗങ്ങൾക്ക്, കാറ്റിൽസ് പോലുള്ള മൃഗങ്ങൾക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്ത് അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു.